അയ്യോ മോളെ എഴുന്നേക്ക്. എണീക്കുന്നില്ലല്ലോ. എന്താ എന്തു പറ്റിയത്? അർച്ചന തുടച്ചിട്ട് വെള്ളം ഉണങ്ങിയില്ലായിരുന്നു. മോളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതിനെ കണ്ണു കൊടുക്കാതിരെ. ഒന്ന് വേഗം എഴുതിയ ആതിര. അർച്ചന, ശരിക്കും എന്താ ഉണ്ടായത്? അർച്ചന കുഞ്ഞേ, ഒന്ന് അടുക്കള വരെ വരാമോ? അയ്യോ മോളെ ഞാൻ കാരണം സച്ചേട്ട ഇതൊക്കെ ഉണ്ടായത്. താൻ എന്താ ഈ പറയുന്നേ? അതങ്ങനെ താൻ കാരണമാവും? അതിലെ തെന്നി വീണതല്ലേ? എല്ലായിടത്തും ഒഴിച്ചത് ഞാനാ. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും ഉണ്ടാവുന്നു. അർച്ചന, താൻ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കണ്ട. ആതിരയ്ക്ക് ഇങ്ങനെ പറ്റുമെന്ന് കരുതിയല്ലോ താൻ ഇങ്ങനെ ചെയ്തത്. താൻ മാറി നിൽക്കണ്ട. വന്നേ, വാ വാ. ആതിര ഗർഭിണിയാണെന്നും അവളെ നന്നായി സൂക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് നേരം ആയില്ല. അതിനു മുൻപേ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതിന്റെ കാരണക്കാരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. സന്ദീപേ, ഒന്നുകിൽ നീ ആതിരയെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ആതിരയെ നോക്കാൻ മാത്രമായി ഒരാളെ ജോലിക്ക് ഏർപ്പാടാക്കണം. ആ വീട്ടിൽ ആർക്കും ഒന്നിനും സമയമില്ലല്ലോ. അവന്തിയേക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ പേടിയാണെന്ന് പറയുന്നു. അതാ ഇങ്ങോട്ട് പോലും വരാത്തത്. അതുകൊണ്ട് ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കണം എല്ലാത്തിനും. നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാവരുത്.
എന്താ മോളെ? എന്താ പറ്റിയേ? സ്റ്റെപ്പിൽ തെന്നി വീണത് അമ്മ. ഈശ്വര, എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, പരിശോധിക്കുന്നേ ഉള്ളൂ. ഓ, ഈശ്വര. ആതിരയുടെ ഹസ്ബൻഡ് ആരാ? ഞാനാ ഡോക്ടർ. ഒരു ഗർഭിണിയെ നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരു കുഞ്ഞിനെ നോക്കുന്നത് എങ്ങനെയാണോ അത്രയും കെയർ ഗർഭിണിയായ ഒരു പെൺകുട്ടിക്കും കൊടുക്കണം. ആദ്യത്തെ ആയതുകൊണ്ട് ഓരോ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരോടൊപ്പം എപ്പോഴും അടുത്ത് തന്നെ വേണം. ഇങ്ങനൊരു വീഴ്ചയിൽ സാധാരണ അബോർഷനാകേണ്ട സാഹചര്യം കൂടുതലാ. പക്ഷേ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തൽക്കാലം ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഈശ്വര, എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് അതീവ ശ്രദ്ധ ഉണ്ടായാലേ നടക്കൂ. വയറടിച്ച് വീഴാത്തത് കൊണ്ടാണ് ആതിരയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റാത്തത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനി ഒഴിവാക്കുന്നതാ നല്ലത്. ആ കുട്ടിക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവാതെ നോക്കണം. ഇനി എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാനാവില്ല എന്ന് വരും. അതുകൊണ്ട് നല്ലവണ്ണം ആ കുട്ടിയെ കെയർ ചെയ്യണം. ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണം. ഇപ്പോൾ പേഷ്യന്റ് ഉറങ്ങുകയാണ്. ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷനാക്കിയൊന്നും ചെയ്യരുത്. സേതു മാഷേ, എൻ്റെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ മകൾക്കൊരു അത്യാഹിതം ഉണ്ടായി. അതിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനഃപൂർവ്വമായി ഞങ്ങളൊന്നും ചെയ്തതല്ല. നിങ്ങളുടെ തന്നെ മൂത്ത മകളുടെ ശ്രദ്ധക്കുറവാ ഇപ്പം ഇങ്ങനെ ഉണ്ടാകാൻ കാരണം. ഇനി മേലിൽ ആതിരയ്ക്ക് അവിടെ ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. സേതു എന്തൊക്കെയായി പറയുന്നത്? ഇതാരും മനഃപൂർവ്വം ചെയ്താലല്ലോ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഇതൊക്കെ സാധാരണ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ? അല്ല മാഷെ, സാധാരണ ഉണ്ടാവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ശ്രദ്ധക്കുറവിൽ നിന്നുണ്ടായതാ, അതും എൻ്റെ ഉൾപ്പെടെ. അതിനി ആവർത്തിക്കാതെ നോക്കാമെന്ന മാഷിന് ഞാൻ തരുന്ന വാക്ക്.
ആ അച്ഛാ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാടാ. ആ, വേറെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? മോനെ, അമ്മയൊരു കാര്യം പറഞ്ഞ നീ ദേഷ്യപ്പെടരുത്. ഞാൻ കുറച്ചു ദിവസം ആതിരയോടൊപ്പം അവിടെ പോയി നിൽക്കാം. ആതിരയുടെ ഈ അവസ്ഥയിൽ അച്ചുവിനെ കൊണ്ട് മാത്രം അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാം. അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഞാൻ പോയി ആതിരയോടൊപ്പം നിൽക്കാം. നിങ്ങൾക്കൊക്കെ ഇതെന്താ? നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചോ? ആതിരെ അവിടെ ആരെങ്കിലും നോക്കിക്കോളും. അതിനുവേണ്ടി എന്റെ വീട്ടിൽ നിന്ന് ആരും വേണ്ട. അവളുടെ കാര്യത്തിന് ആരും ഇടപെടണ്ടെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിപ്പോയതല്ലേ? അവളുടെ കാര്യം അവൾ തന്നെ നോക്കിക്കോളും. അവൾ അവളുടെ ജീവിതം ജീവിക്കട്ടെ. നമ്മളാരും ഒരു ശല്യത്തിന് പോകണ്ട. അതിന്റെ ആവശ്യമില്ല. എനിക്കിഷ്ടമല്ലത്. അവക്കൊരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ വന്ന് കാണണമെന്ന് നിങ്ങൾ പറഞ്ഞു, കൊണ്ടുവന്നു. അതിനപ്പുറം ഒന്നും വേണ്ട. അനുപേട്ട, വാശി കാണിക്കാനുള്ള സമയമല്ലിത്. ഡോക്ടർ പറഞ്ഞത് അനുപേട്ടനും കേട്ടതല്ലേ? ഒരാൾ എപ്പോഴും ആതിരയുടെ ഒപ്പം ഉണ്ടാവണമെന്ന്. അവിടെ ആർക്കാ അതിന് സമയം? അർച്ചനയ്ക്ക് അവളുടെ കാര്യം നോക്കണം. ഇനിയും നമ്മുടെ അശ്രദ്ധ കാരണം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ കുഞ്ഞിന് മാത്രമല്ല, ആതിരയുടെയും ജീവൻ ആപത്താണ്. എത്ര പിണക്കോന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് ഒരു ആപത്ത് വരുന്നത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഗർഭിണിയായ ഒരാളെ നോക്കി അവിടെ ആർക്കും മുൻപരിചയമൊന്നുമില്ല. അപ്പോ നമ്മൾ ആരെങ്കിലും അവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. മീര പറയുന്നതിലും കാര്യമുണ്ട്. കമലയോ മീരയോ കുറച്ചു ദിവസത്തേക്ക് അവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വാശി കാണിച്ചിരുന്നാൽ പിന്നീട് അതോർത്ത് വിഷമിക്കേണ്ടി വരും. മീരേ, നീയും ആതിരയോടൊപ്പം നെല്ലിശ്ശേരിയിലേക്ക് പോ. നിന്റെ ഡ്രസ്സൊക്കെ ഞങ്ങളങ്ങ് എത്തിക്കാം. ആവണിമുള ഞങ്ങൾ നോക്കിക്കൊള്ളാം. അനൂപ് ഇനി ഒന്നും പറയില്ല. അഥവാ അനൂപ് എന്നെ തടഞ്ഞാലും ഞാൻ പോവും. എനിക്ക് പോകാൻ എൻ്റെ മകന്റെ അനുവാദം ആവശ്യമില്ലല്ലോ. എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ പ്രസവിച്ച് ഒരുത്തിയല്ല അകത്ത് കിടക്കുന്നേ. എനിക്കങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സച്ചി, മീര കുറച്ചു ദിവസം അവിടെ നിൽക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? മീരടുത്ത് വന്നിരിക്കുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല. മീര നിങ്ങളുടെ കൂടെ വരും. അനുപേട്ടന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് ഈ ദേഷ്യമൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. അമ്മേ, അനുപേട്ടൻ ദേഷ്യം വന്നാ ഇറങ്ങിയത്. നിങ്ങൾ ചെല്ല്. ഇല്ല പിന്നെ അത് മതി. അമ്മ പോട്ടെ മോളെ. അവളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോണമെന്നായിരുന്നു. എപ്പോഴും മക്കളെ സന്തോഷത്തോടെ കാണാനും അവരോടൊത്ത് ജീവിക്കാനും ഭാഗ്യമില്ലാത്തൊരമ്മയായി പോയില്ല ഞാൻ. അവളോട് നീ പറഞ്ഞേക്കണം അമ്മ വന്നിരുന്നു, അവളെ കണ്ടിട്ട് പോയിന്നും. പോവാം പക്ഷേ. പോട്ടെ മോനെ.
കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ലോണം റെസ്റ്റ് എടുക്കണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. മോളെ, ചേച്ചിക്ക് അറിയാതെ പറ്റിപ്പോയതാ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ശ്രദ്ധിക്കാതെ സ്റ്റെപ്പ് ഇറങ്ങി വന്നോണ്ടല്ലേ വീണത്. എന്റെ ചേച്ചി എന്നോട് മനഃപൂർവ്വമായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? ചേച്ചി അതോർത്ത് കരയൊന്നും വേണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എങ്ങനെയാ വീണത്? ഞാൻ മുകളിൽ നിന്നപ്പോ അവന്തികേട്ടത്തി എന്നെ താഴേക്ക് വിളിച്ചായിരുന്നു. സ്റ്റെപ്പില് വെള്ളം കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ വീണതാ. അച്ഛനും അമ്മയും അനുവേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി. തനിക്ക് സഹായത്തിന് മീരയെടുത്ത് കുറച്ചു ദിവസം വീട്ടിലുണ്ടാവും. ഒന്നുകൊണ്ടും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. സന്ദീപേ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്കിവിടെ വല്ലാതെ ശ്വാസം മുട്ടുന്നു. നീ എങ്ങനെയാ വീണത്? ഞാൻ മുകളിൽ നിന്നപ്പോ അവന്തികേട്ടത്തി എന്നെ താഴേക്ക് വിളിച്ചായിരുന്നു. സ്റ്റെപ്പില് വെള്ളം കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ അർച്ചനെ? എടുത്തി, അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തിക്ക് അറിയാലോ. ആതിരവിടേക്ക് വന്നതിന്റെ ദേഷ്യം മാറിയിട്ടില്ല അവിടെ ആർക്കും, പ്രത്യേകിച്ചും അവന്തിയെടുത്തേക്കും അണുകിക്കും. അവര് മുള്ളും മുനിയും വെച്ച് സംസാരിക്കൂ. ഏട്ടത്തിയേട്ട് അവരോട് പ്രശ്നത്തിനൊന്നും പോകരുത്. അതെന്തിനാ അവര് മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിച്ചാ പോരെ? സന്ദീപ് താലി കെട്ടിയ പെണ്ണല്ലേ ആതിര. അപ്പോ ആ വീട്ടിലുള്ളവരെ പോലെ അവൾക്കും അവിടെ അവകാശമുണ്ടല്ലോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എല്ലാവരും നിൽക്കേണ്ടടുത്ത് നിന്നാ ഞാനായിട്ട് ആരെയും ഒന്നും പറയാൻ പോവില്ല. കൂടുതൽ തലേ കയറി ഇരിക്കാൻ വന്നാ ഞാൻ എന്തേലും പറഞ്ഞു പോവും. അതിപ്പോ അവന്തികയായാലും ശരി, അവളുടെ അനിയത്തി അനഘയായാലും ശരി. ആതിരയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാനാ ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങളും ബുദ്ധിമുട്ടിക്കില്ല. ഇനി അതല്ല, മനഃപൂർവ്വം മെക്കിട്ട് കയറാനാണെങ്കിൽ എനിക്കറിയാം എന്ത് വേണമെന്ന്.